പൃഥു മഹാരാജാവ് തുടരുകയാണ്. ജഗജ്ജനനിയായ സാക്ഷാൽ ശ്രീദേവി ഏതൊരു സർവേശ്വരനെയാണോ സദാ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ ഭഗവാനെ തന്നെ എല്ലായ്പ്പോഴും ഭജിക്കാൻ കൊതിക്കുന്ന എന്നിലും എന്നെ പോലെയുള്ളവരിലും ആ ജഗദംബികയ്ക്ക് നിശ്ചയമായും നീരസമുണ്ടാകും. ഈശ്വരോന്മുഖരായി ചരിക്കുന്നവർക്ക് ഭൗതികമായ സമൃദ്ധിക്ക് കുറവൊരു പക്ഷെ ഉണ്ടായേക്കാം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനുള്ള പരിഹാരവും പറയുന്നുണ്ട്. ജഗജ്ജനനിയായ സാക്ഷാൽ ശ്രീദേവി ഏതൊരു സർവേശ്വരനെയാണോ സദാ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ ഭഗവാനെ തന്നെ എല്ലായ്പ്പോഴും ഭജിക്കാൻ കൊതിക്കുന്ന എന്നിലും എന്നെ പോലെയുള്ളവരിലും ആ ജഗദംബികയ്ക്ക് നിശ്ചയമായും നീരസമുണ്ടാകും. ശരിക്കും മഹാലക്ഷ്മിക്ക് നമ്മളോട് നീരസം ഒന്നും ഉണ്ടാവില്ല, ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. പക്ഷെ ആ ഭഗവതിയുടെ മഹാലക്ഷ്മിയുടെ ആഗ്രഹം എന്താ? എപ്പോഴും ഭഗവാനെ പൂജിച്ചു കൊണ്ടിരിക്കണം എന്ന്. അപ്പൊ ആ പൂജയിൽ ഞാനും എന്നെ പോലുള്ളവരും ചേരുമ്പോൾ ജഗദംബികയായ മഹാലക്ഷ്മിക്ക് ഞങ്ങളോട് നീരസമുണ്ടായേക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈശ്വരനെ മാത്രം നനച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ, മറ്റ് മേഖലകളിലൊന്നും വ്യാപരിക്കാൻ തൽപരരല്ലാത്തവർ, അവർക്ക് താത്കാലിക ദാരിദ്ര്യം ഒരു പക്ഷേ ഉണ്ടായേക്കാം. അതിന് അവർ ഈശ്വരോന്മുഖമായ ചര്യയിൽ നിന്ന് വ്യതിചലിച്ച് വിഷയ സമാഹരണത്തിന് ശ്രമിക്കേണ്ടതായിട്ടില്ല. ഈ ഭഗവാൻ തന്നെ അതിന് വേണ്ടുന്ന വഴികൾ ഉണ്ടാക്കി തന്നുകൊള്ളും. ഭാസ്കരരായർ എന്ന വലിയ ഒരു ശ്രീവിദ്യാഭക്തനെ പറ്റിയിട്ട് ഒരു കഥയുണ്ട്. ഭാസ്കരരായ മഖി എന്ന് പറയുന്നത് നിത്യാഷോഡശികാർണവത്തിന് വ്യാഖ്യാനം, സേതുബന്ധം എന്ന വ്യാഖ്യാനം എഴുതിയ ആളാണ്. ലളിതാ സഹസ്രനാമത്തിന് സൗഭാഗ്യഭാസ്കരം എന്ന വ്യാഖ്യാനം എഴുതിയ ആളാണ്. ശ്രീവിദ്യാ മന്ത്രത്തിനെ എങ്ങനെയാണ് ഉപാസിക്കേണ്ടത് എന്ന് വരിവസ്യാരഹസ്യത്തിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുള്ള മഹാത്മാവാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതേപോലെ ഭൗതികമായ സമൃദ്ധി കുറവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചെറിയ കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഒരു ദിവസം പൂജിച്ചുകൊണ്ടിരിക്കുമ്പം അദ്ദേഹം കടം വാങ്ങിച്ചിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പണം തിരിച്ചു ചോദിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു. ആ സമയത്ത് അദ്ദേഹം ശ്രീചക്ര പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലളിതാ സഹസ്രനാമം അർച്ചിച്ചുകൊണ്ടിരിക്കുമ്പം അപർണായൈ നമഃ എന്ന നാമമായിരുന്നു അർച്ചിച്ചത്. അപർണ എന്ന് പറഞ്ഞാൽ ഋണങ്ങളെ ഇല്ലാതാക്കുന്നവൾ, കടത്തെ ഇല്ലാതാക്കുന്നവൾ, കടങ്ങൾ ഇല്ലാതാക്കുന്നവളാണ് അപർണ. അപ്പം ആ അപർണായേ നമഃ എന്നുള്ള നാമം ചൊല്ലി പുഷ്പം അർച്ചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കടം തിരികെ കിട്ടാനുള്ള ആള് വന്ന് ചോദിച്ചത്. അപ്പം ഇദ്ദേഹം പൂജയിലാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കൊടുക്കാനുള്ള പണമൊക്കെ ഒരു രീതിയിൽ സമാഹരിച്ച് അദ്ദേഹം ഈ അപർണായേ നമ എന്ന് ചൊല്ലി പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ചിരിയും വന്നിരുന്നു. കാരണം എന്താ വെച്ചാൽ ഋണങ്ങളെ ഇല്ലാതാക്കുന്നവളായിട്ടുള്ള മഹാത്രിപുര സുന്ദരിയെ ഉപാസിക്കുന്ന ഞാൻ ഋണബാധിതനാണല്ലോ എന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ചെറിയ ചിരി വിടർത്തി. അദ്ദേഹം പൂജ തുടർന്നു. കടക്കാരൻ അദ്ദേഹം പൂജയിലാണെന്നൊക്കെ അറിഞ്ഞ് പിന്നെ വരാം എന്ന് വിചാരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം കൊടുക്കാനുള്ള പണമൊക്കെ സമാഹരിച്ച് ആ കടം വാങ്ങിയ ആളുടെ അടുത്ത് നിന്ന് ഇത് കൊടുക്കാൻ പുറപ്പെട്ടപ്പോൾ ആ കൊടുത്ത ആൾ പറഞ്ഞു, അതെനിക്ക് എന്നെ തന്നു കഴിഞ്ഞു, അങ്ങ് എനിക്ക് തരാനുള്ള പണം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഭാസ്കരരായർക്ക് വലിയ അത്ഭുതം. ഇതെങ്ങനെയാ? ഞാൻ കൊടുത്തിട്ടുമില്ല, എൻ്റെ വീട്ടിൽ നിന്നും ആരും കൊടുക്കാൻ വഴിയില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, ആരാ കൊണ്ടുത്തന്നത്? അത് അന്ന് ഞാൻ വന്നില്ലേ, അന്ന് ഞാനൊരു ദിവസം അങ്ങ് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം 2-3 ദിവസം മുമ്പ് ഞാൻ പണം ചോദിച്ച് അങ്ങയുടെ വീട്ടിൽ വന്നു. തിരിച്ചു വന്നപ്പം ഒരു പെൺകുട്ടി, പട്ടുപാവാടയൊക്കെ ഉടുത്ത ഒരു പെൺകുട്ടി ആ പണവും എനിക്ക് കൊണ്ടു തന്നിട്ട് പറഞ്ഞു, ഇത് അങ്ങ് തന്നയച്ചതാണ് എന്ന് പറഞ്ഞ് എനിക്ക് തന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭാസ്കരരായർക്ക് സാക്ഷാൽ രാജരാജേശ്വരി അപർണ തന്നെയാണ് എന്ന് ബോധ്യമായത്. ഈശ്വരോന്മുഖരായി ചരിക്കുന്നവർക്ക് ഒരു പക്ഷേ വിഷയ ദൗർലഭ്യം ഉണ്ടായേക്കാം, സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ടേക്കാം, ഭൗതിക സമൃദ്ധിക്കുറവ് അനുഭവപ്പെട്ടേക്കാം. പക്ഷേ അവർ
ഏറ്റെടുത്തിരിക്കുന്ന പന്ഥാവിൽ നിന്ന് വ്യതിചലിക്കേണ്ട ആവശ്യകതയില്ല അവരുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റാൻ. അതാണ് ഈ ഭാഗത്ത് വ്യാസഭഗവാൻ വിശദമാക്കി തരുന്നത്. ജഗജ്ജനനിയായ സാക്ഷാൽ ശ്രീദേവി ഏതൊരു സർവേശ്വരനെയാണോ സദാ പൂജിച്ചു കൊണ്ടിരിക്കുന്നത്, അതേ ഭഗവാനെ തന്നെ എല്ലായ്പ്പോഴും ഭജിക്കാൻ കൊതിക്കുന്ന എന്നിലും എന്നെ പോലെയുള്ളവരിലും ആ ജഗദംബികയ്ക്ക് നിശ്ചയമായും നീരസമുണ്ടാകും. ദീനവത്സലനും അഖില ലോകനാഥനും സ്വരൂപാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവനുമായ അങ്ങ് സ്വഭക്തന്മാർ ചെയ്യുന്ന അല്പമാത്രമായ പൂജയെ പോലും വളരെ വലുതായി കരുതി അവരെ സകല സങ്കടങ്ങളിൽ നിന്നും കരകയറ്റുന്നു. അതിനാൽ ശ്രീദേവിയുടെ വിരോധത്തെ അങ്ങ് കാര്യമാക്കുകയില്ല. അങ്ങേക്ക് ശ്രീ ഭഗവതിയെ കൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ലല്ലോ. അതിനാൽ ദേവിക്ക് വിരോധം തോന്നിയാലും ഞാൻ അങ്ങയെ ഭജിക്കാതിരിക്കില്ല. ഇതൊരു വലിയ ആധ്യാത്മിക യാത്രാ സത്യത്തെയാണ് വെളിപ്പെടുത്തി തരുന്നത്. ആധ്യാത്മിക യാത്രയിൽ മുഴുകുന്ന സമയത്ത് ഭൗതികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതിന് ഓരോ പരിഹാരങ്ങൾ വേറെ ആയിട്ട് ചെയ്യേണ്ട ആവശ്യകതയില്ല. നിങ്ങൾ ഏത് പന്ഥാവിലൂടെയാണോ ചരിക്കുന്നത്, ആ പന്ഥാവിൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ഉണ്ടാകും. ആ പന്ഥാവിൽ നിന്ന് മാറി അതിൻ്റെ പുറത്ത് നിന്നൊരു പരിഹാരം സ്വീകരിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ ഭജിക്കുന്ന ദേവതയ്ക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ തീർക്കുവാൻ ശക്തിയില്ല എന്നുണ്ടെങ്കിൽ അതിന് മറ്റു പല ദേവതകളെയും ആശ്രയിക്കേണ്ടി വരികയാണ് എങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഇഷ്ടദേവതയെ ഭജിക്കുന്നത്? ഞാൻ ഭജിക്കുന്ന ഇഷ്ടദേവതയ്ക്ക് എൻ്റെ സർവതോന്മുഖമായിട്ടുള്ള പുരോഗതിയിൽ സഹായിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, എൻ്റെ ബുദ്ധിമുട്ടുകളെയും കഷ്ടപ്പാടുകളെയും സങ്കടങ്ങളെയും ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ആ ദേവതയെ ഉപാസിക്കുന്നത്? അപ്പം നമ്മൾ പറയും, ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ഭജിക്കുന്നതെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ശത്രുസംഹാര മൂർത്തിയല്ല, അതുകൊണ്ട് ശത്രുക്കളെ സംഹരിക്കണമെന്നുണ്ടെങ്കിൽ നരസിംഹം അല്ലെങ്കിൽ അതുപോലത്തെ ശരഭം അല്ലെങ്കിൽ അതുപോലത്തെ ദേവതകളെ ഉപാസിക്കണം എന്ന് ചിലർ പറയും. അങ്ങനെയാണെങ്കിൽ മധുരാനിവാസികൾ അവര് ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് ആശ്രയിച്ചത്. കംസനിൽ നിന്നും കംസന്റെ പിണിയാളുകളിൽ നിന്നുമുള്ള മോചനത്തിന് വേണ്ടി ഭക്തജനങ്ങൾ പ്രാർത്ഥിച്ചത് സാക്ഷാൽ ശ്രീകൃഷ്ണനോടാണ്. യമുനാ നദി വിഷലിപ്തമായപ്പോൾ ഗോപന്മാരെയും ഗോക്കളെയും ഗോപികമാരെയും സംരക്ഷിക്കുവാൻ വേണ്ടി എടുത്തു ചാടിയത് ഭഗവാനാണ്. അപ്പോൾ ഈ ഭഗവാന് ശത്രു സംഹാര ശക്തിയില്ല എന്നുള്ളത് എങ്ങനെയാ പറയാ? ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിച്ചാൽ ആകെ ഈശ്വരോന്മുഖമായിട്ടുള്ള അഭിവൃദ്ധി മാത്രമേ ലഭിക്കുകയുള്ളൂ, ഭൗതികമായ അഭിവൃദ്ധി ലഭിക്കുകയില്ല എന്നുള്ളതൊക്കെ ആര് പറഞ്ഞു? അപ്പൊ ശത്രു സംഹാരം നമുക്കുണ്ടാകുന്ന, ശ്രീകൃഷ്ണനെ ഉപാസിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളും ശ്രീകൃഷ്ണ ഭഗവാൻ തീർത്തു തരും. മഹാത്രിപുരസുന്ദരിയെ ഉപാസിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം ആ മഹാത്രിപുരസുന്ദരി തീർത്തു തരും. കാളിയെ ഉപാസിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം കാളീദേവി തീർത്തു തരും. ദുർഗയെ ഉപാസിക്കുന്നവർക്കും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അതിന് ശക്തി ഇല്ല എന്ന് വിചാരിക്കുക. ഞാൻ ഇടയ്ക്ക് വേറെ പല ദേവതകളെയും എൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കെല്ലാം ഉപാസിക്കേണ്ടി വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടദേവതയുടെ ശക്തിയെ ചോദ്യം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരു ദേവതയെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ മറ്റ് ദേവതകളെ ആശ്രയിക്കേണ്ട ആവശ്യം ഇല്ല.
ഇനി എന്തെങ്കിലും ആവശ്യകത ഉണ്ടെങ്കിൽ അത് ദേവി തന്നെ ആവിർഭവിപ്പിച്ചുകൊള്ളും. ലളിതോപാഖ്യാനത്തില് ഭണ്ഡാസുരന്റെ മന്ത്രിമാരിൽ ഒരാളായ വിശുക്രൻ എഴുതിയിട്ട വിഘ്ന യന്ത്രം, ആ വിഘ്നയന്ത്രം ദേവീ സേനയെ മുഴുവൻ സ്തംഭിപ്പിച്ചു. ദേവിയുടെ പ്രധാനമന്ത്രിയായ മാതംഗി ദേവിയും ദേവിയുടെ പടനായികയായ വാരാഹി ദേവിയും ദേവീപുത്രിയായ ബാലാപരമേശ്വരിയും ഒഴികെ ബാക്കി എല്ലാവരും സ്തംഭിച്ചു. പരിഭ്രാന്തരായി തീർന്ന മാതംഗി വാരാഹിമാര് ദേവിയുടെ അടുത്തേക്ക് ഓടി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ഇങ്ങനെ വിശുക്രൻ എന്തോ ഒരു യന്ത്രം കൂടോത്രം ചെയ്ത് നമ്മുടെ സൈന്യത്തിൻ്റെ ഇടയിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ കൂടോത്രത്തിന്റെ ശക്തി കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ സൈന്യം സ്തംഭിച്ച് നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ്, ഇതികർത്തവ്യതാമൂഢരായി നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കും അറിയില്ല എന്ന് പറഞ്ഞപ്പം കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര, ആ വിഘ്ന യന്ത്രത്തെ ഇല്ലാതാക്കാൻ, വിഘ്നത്തെ ഹരിക്കുവാൻ വിഘ്നഹര ദേവതയായ ഗണപതിയെ കാമേശ്വരീ കാമേശ്വരന്മാരുടെ നോട്ടത്തിൽ നിന്നും അവർ ആവിർഭവിപ്പിച്ചു. നമ്മുടെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, ആ പ്രശ്ന പരിഹാരത്തിനു വേണ്ടുന്ന വഴി ആ ഇഷ്ടദേവതയുടെ അനുഗ്രഹം കൊണ്ടുണ്ടാകും. അതിന് വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് വ്യാസഭഗവാൻ ഇവിടെ പറയുന്നത്. ഈശ്വരോന്മുഖരായി ചരിക്കുന്നവർക്കൊരു പക്ഷെ പലതരത്തിലുള്ള ദാരിദ്ര്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം. അതിന് ഇപ്പൊ മഹാലക്ഷ്മിക്ക് എന്താ ഇവിടെ അലോഹ്യം ഉണ്ടാവാൻ കാരണം? ഭഗവാനെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. പരമമായ പദം പ്രാപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മായാശക്തിയുടെ ഇടപെടലുകൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പലതരത്തിലുള്ള മാനസിക ശാരീരിക പീഡകൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഗാർഹികമായ ബന്ധങ്ങളുടെ അസ്വാരസ്യങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പം മായാഭഗവതി എന്താ ആഗ്രഹിക്കുന്നത്? ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഈശ്വരോന്മുഖതയിൽ ഒരല്പം കുറവ് വരുത്തി നമ്മൾ വിഷയോന്മുഖരായി തീരും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഈശ്വരോന്മുഖമായ നമ്മുടെ ചര്യയിൽ നിന്നൊരല്പം പുറകോട്ട് വരും. ഇതന്നെയാണ് മായയ്ക്കും വേണ്ടത്. അപ്പം ഈശ്വരോന്മുഖമായുള്ള ചര്യയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ലക്ഷ്മി ദേവി കോപിക്കും എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. പരമമായ പദത്തെ പ്രാപിക്കാൻ നാം ആഗ്രഹിക്കുമ്പോൾ പലതിനെ പലതാക്കി നിർത്തുവാൻ ബാധ്യസ്ഥയായ മായാദേവി ഇടപെടും. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിനെന്ത് ചെയ്യും? നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള പന്ഥാവ് ഉപേക്ഷിച്ച് പ്രശ്നപരിഹാരത്തിന് പല വഴികൾ തേടി പോവുകയാണോ വേണ്ടത്? അല്ല എന്നാണ് വ്യത്യസ്ത പുരാണങ്ങളിലെ വ്യത്യസ്ത കഥകളിലൂടെ വ്യാസഭഗവാൻ നമുക്ക് പറഞ്ഞു തരാൻ സദാ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഒട്ടും മനസ്സിലാകാതെ പോകുന്നതും അതാണ്. മഹാത്രിപുര സുന്ദരിയെ ആരാധിക്കുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പം ജ്യോത്സ്യന്റെ അടുത്ത് പോയി പ്രശ്നം വെക്കുമ്പം ജ്യോത്സ്യൻ പറയുന്ന പല പ്രശ്നങ്ങളിൽ നിന്ന് സ്ത്രീ ശാപമുണ്ട് എന്നാണ്. സ്ത്രീ ശാപം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മഹാത്രിപുര സുന്ദരിയെ ഉപാസിക്കാൻ സാധിക്കുന്നത്? സാക്ഷാൽ വൈകുണ്ഠപതിയായ ഭഗവാനെ ഉപാസിക്കുവാൻ പിതൃകോപമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഗുരുകോപമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് മഹാദേവനെ ആരാധിക്കാൻ സാധിക്കുക? ഇതൊന്നും ചിന്തിക്കാതെ കാള വെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ വേണ്ട. നമ്മൾ ഏത് പന്ഥാവിലൂടെയാണോ, ഏത് ദേവതയെയാണോ ഉപാസിക്കുന്നത്, ആ ഉപാസന തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം വെയിലുദിക്കുമ്പോൾ ഉരുകുന്ന മഞ്ഞുപോലെ ഇല്ലാതെയാകും. അതിനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യകത ഇല്ല. ജഗജ്ജനനിയായ സാക്ഷാൽ ശ്രീദേവി ഏതൊരു സർവേശ്വരനെയാണോ സദാ പൂജിച്ചു കൊണ്ടിരിക്കുന്നത്, അതേ ഭഗവാനെ തന്നെ എല്ലായ്പ്പോഴും ഭജിക്കാൻ കൊതിക്കുന്ന എന്നിലും എന്നെ പോലെയുള്ളവരിലും ആ ജഗദംബികയ്ക്ക് നിശ്ചയമായും നീരസം ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് മായാഭഗവതിയുടെ പണിയാണ്, പലതിനെ പലതാക്കി നിർത്തുക എന്നുള്ളത്. അതിനെന്താ പരിഹാരം? ഒന്നും ചെയ്യണ്ട. പോകുന്ന പന്ഥാവിലൂടെ ഉറച്ച് മുന്നോട്ട് പോയാൽ മതി. കാരണം ദീനവത്സലനും അഖില ലോകനാഥനും സ്വരൂപാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവനുമായ അങ്ങ്
സ്വഭക്തന്മാർ ചെയ്യുന്ന അല്പമാത്രമായ പൂജയെ പോലും വളരെ വലുതായി കരുതി അവരെ സകല സങ്കടങ്ങളിൽ നിന്നും കരകയറ്റുന്നു. അല്പമാത്രമായ പൂജയെ പോലും. പൂജയിൽ അങ്ങനെ കൃത്യതയൊന്നുമില്ല. അപ്പൊ ശ്രീമദ് അഭിനവഗുപ്ത പാദര് തന്ത്രാലോകത്തിൽ പറയുന്നത് പൂജ എന്ന് പറയുന്നത് കൃത്രിമമായ ഒരു കാര്യമാണ്. ആ കൃത്രിമമായ കാര്യത്തിൽ അല്പം, കൂടുതൽ, 1, 2, 3 അങ്ങനെ ക്രമം അതൊന്നുമില്ല. ഇന്നത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇന്നത് കൊടുക്കണം, അങ്ങനെ ക്രമമൊന്നുമില്ല. കൊടുക്കുന്നയാളുടെ മനോഭാവമാണ് പ്രധാനം. ആ മനോഭാവം അനുസരിച്ച് അല്പമായാലും ബൃഹത്തായാലും പൂജ ഭഗവാൻ കൈക്കൊള്ളും. അതുകൊണ്ടാണ് ഗീതയിൽ പറയുന്നത് ഫലം, പുഷ്പം, പത്രം, തോയം. ഒരു പഴം, ഒരു പൂവ്, ഒരില, ഒരു തുള്ളി വെള്ളം, ഇതൊക്കെ തന്നാലും ഞാൻ അതിപ്രീതനാണ്. കാരണം എന്താ? അദ്ദേഹം ദീനവത്സലനാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിൽ വാത്സല്യത്തോടു കൂടിയവൻ ആണ് അദ്ദേഹം. പരമമായതിൻ്റെ സ്ഥായീ ഭാവം കരുണയാണ്. അതുകൊണ്ട് കാരുണ്യവാനാണ് അദ്ദേഹം. ദൈന്യത അനുഭവിക്കുന്നവരെ കാണുമ്പോൾ നൈസർഗികമായിട്ടുള്ള കാരുണ്യം കൊണ്ട് അത് പരിഹരിക്കുവാൻ അദ്ദേഹം ഒരുമ്പെടും. ദീനവത്സലനും അഖില ലോകനാഥനും. മായയ്ക്ക് മുകളിലാണ് അദ്ദേഹം, മായയ്ക്ക് താഴെയല്ല അദ്ദേഹം. അഖില ലോകനാഥനും സ്വരൂപാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവനുമായ അങ്ങ്. അദ്ദേഹത്തിന്റെ ആനന്ദം എന്ന് പറയുന്നത് പുറത്തുനിന്ന് ലഭിക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ ആനന്ദം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സാരം തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ആ ആനന്ദം. സ്വരൂപാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവനുമായ അങ്ങ് സ്വഭക്തന്മാർ ചെയ്യുന്ന അല്പമാത്രമായ പൂജയെ പോലും, ഫലം, പത്രം, പുഷ്പം, തോയം, ഇതിലേതെങ്കിലും ഒന്ന് അർച്ചിച്ചാൽ, അത് കൃത്യമായിട്ടല്ലാതെ അർച്ചിച്ചാലും അതിന് കൃത്യതയൊന്നുമില്ല. ഭാവമാണ് പ്രധാനം. പൂജ പഠിച്ച് ചെയ്യേണ്ട കാര്യമാണ് എന്നല്ല, പൂജ അറിഞ്ഞ് ആസ്വദിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അല്പമാത്രമായ പൂജയെ പോലും വളരെ വലുതായി കരുതി ഭക്തൻ ഭാവത്തോടുകൂടി തരുന്നത് അല്പമായതാണെങ്കിലും അത് വളരെ ശ്രേഷ്ഠമായിട്ട് കരുതി അവരെ സകല സങ്കടങ്ങളിൽ നിന്നും കരകയറ്റുന്നു. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈശ്വരോന്മുഖരായി ചരിച്ചാൽ മതി. ആ ഈശ്വരോന്മുഖരായിട്ടുള്ള ചര്യയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം വെയിലുദിക്കുമ്പോൾ ഉരുകുന്ന മഞ്ഞു പോലെ താനേ ഇല്ലാതെയായിക്കൊള്ളും. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈശ്വരോന്മുഖരായിട്ട് ആത്മാർത്ഥമായിട്ട് ഭ്രമത്തിന് വിധേയരായിട്ട് ഈശ്വരെ സേവിക്കുന്നവരുടെ കാര്യങ്ങളല്ല ഈ പറയുന്നത്. ശരിക്കും ഈശ്വരനെ വേണം എന്നാഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഭഗവത് പ്രീതി കൊണ്ട് ശ്രേഷ്ഠരായ ഭക്തോത്തമകളുടെ മുഖാരവിന്ദങ്ങളിൽ നിന്ന് കഥാമൃതം ശ്രവിക്കുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അല്ലാതെ കപട ഭക്തന്മാരുടെയും കപട ഗുരുക്കന്മാരുടെയും ഭ്രമിപ്പിക്കുന്ന വാക്കുകളിൽ പെട്ട് ഭ്രമത്തിന് വിധേയരായിത്തീരുന്നവരുടെ കാര്യമല്ല ഈ പറയുന്നത്. ശരിക്കും ഈശ്വരോന്മുഖരായവരുടെ കാര്യം. അപ്പം അങ്ങനെയുള്ള ഈശ്വരോന്മുഖരായിട്ടുള്ളവരുടെ സ്വരൂപാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവനുമായ അങ്ങ് സ്വഭക്തന്മാർ ചെയ്യുന്ന അല്പമാത്രമായ പൂജയെ പോലും ഭാവഗ്രാഹീതു ജനാർദ്ദന, ഭാവമാണ് ഗ്രഹിക്കുക. അല്പമാത്രമായ പൂജയെ പോലും വളരെ വലുതായി കരുതി അവരെ സകല സങ്കടങ്ങളിൽ നിന്നും കരകയറ്റുന്നു. വേറൊന്നും ചെയ്യണ്ട. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായി എന്ന് വിചാരിക്കുക, അതിനെ തിരിച്ചറിയാം. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടല്ലേ, ശരി, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ഭഗവാനെ, സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുവാൻ ഞാൻ ഇപ്പോൾ എൻ്റെ ശ്രമം വഴിതിരിച്ചു വിട്ടാൽ എനിക്ക് അങ്ങയുമായിട്ട് അടുക്കാനുള്ള സമയം ആണ് കുറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങയെ തന്നെ ഭജിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഗീതയില് അർജുനന് കൊടുത്ത വാക്ക് ഭഗവാൻ ഓർക്കും. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഞാൻ വഹിച്ചു കൊള്ളാം എന്നാ ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ വഹിക്കും. ഭഗവാൻ വഹിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ വഴിയെ
സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. പൂജയെ പോലും വളരെ വലുതായി കരുതി അവരെ സകല സങ്കടങ്ങളിൽ നിന്നും കരകയറ്റുന്നു. അതിനാൽ ശ്രീദേവിയുടെ വിരോധത്തെ അങ്ങ് കാര്യമാക്കുകയില്ല. ശ്രീദേവി വിരോധിച്ചു, അതുകൊണ്ട് ദാരിദ്ര്യം ഉണ്ടായി, ദരിദ്രനായ ഒരാളുടെ ആരാധന സ്വീകരിക്കില്ല എന്നൊന്നുമില്ല. ഭഗവാൻ ഉച്ചനീചത്വങ്ങളില്ല. അതുകൊണ്ട് ദരിദ്രൻ പൂജിച്ചാലും സമ്പന്നൻ പൂജിച്ചാലും പണ്ഡിതൻ പൂജിച്ചാലും പാമരൻ പൂജിച്ചാലും അരോഗി പൂജിച്ചാലും രോഗി പൂജിച്ചാലും ഒക്കെ അദ്ദേഹത്തിന് ഒരേപോലെയാണ്. ഭാവമാണ് അദ്ദേഹം നോക്കുക. അതുകൊണ്ട് ശ്രീദേവിയുടെ അനുഗ്രഹമുള്ള ആളാണോ, ശ്രീദേവിയുടെ അനുഗ്രഹം ഇല്ലാത്ത ആളാണോ, എനിക്ക് തരുന്നത് സ്വർണ്ണാണോ, എനിക്ക് തരുന്നത് വെള്ളമാണോ, എനിക്ക് തരുന്നത് പാലാണോ എന്നൊക്കെ നോക്കിയിട്ടല്ല അദ്ദേഹം അനുഗ്രഹിക്കുക. അപ്പൊ ശ്രീദേവിയുടെ വിരോധത്തെ അങ്ങ് കാര്യമാക്കുന്നില്ല. മായയുടെ ഇടപെടലുകളെ അങ്ങ് കാര്യമാക്കുന്നില്ല. പ്രയാസങ്ങളുണ്ടോ, മുന്നോട്ട് പൊക്കോളുക, ഭഗവാൻ ആ പ്രയാസങ്ങൾ തീർത്തരും. ഭഗവാൻ എങ്ങനെയാ തീർക്കുക? അദ്ദേഹം ഒന്നും ചെയ്യൊന്നുമില്ല. വെയില് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തിട്ടല്ല മഞ്ഞുരുകുന്നത്. വെയിൽ ഉദിക്കുമ്പോൾ മഞ്ഞുരുകുകയാണ് ചെയ്യുന്നത്. അതേപോലെ അങ്ങ് ശ്രീദേവിയുടെ വിരോധത്തെ അങ്ങ് കാര്യമാക്കുകയില്ല. അങ്ങേക്ക് ശ്രീ ഭഗവതിയെ കൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ലല്ലോ. ഈ ഭക്തൻ സ്വർണ്ണാണോ തരുന്നത്, വെള്ളിയാണോ തരുന്നത്, ചെമ്പാണോ തരുന്നത്, ഇരുമ്പാണോ തരുന്നത്, വെള്ളമാണോ തരുന്നത്, പാലാണോ തരുന്നത്, അതൊന്നും അങ്ങേക്കൊരു വിഷയമല്ലല്ലോ. ഭാവമല്ലേ പ്രധാനം, മനസ്സല്ലേ പ്രധാനം, ആത്മാർത്ഥതയല്ലേ അങ്ങ് നോക്കുന്നത്. അങ്ങയെ സംബന്ധിച്ചിടത്തോളം ശ്രീദേവിയെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് സ്വരൂപാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവൻ, നൈസർഗികമായിട്ടുള്ള തൻ്റെ സാരമായിട്ടുള്ള ആനന്ദത്തിൽ മുഴുകിയിരിക്കുകയാണ്. ബാഹ്യമായ ഇടപെടലുകളിൽ നിന്നുണ്ടാകുന്ന ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ബാഹ്യമായതിൻ്റെ ആവശ്യകതയില്ല. സമൃദ്ധിയും സമൃദ്ധിയില്ലായ്മയും അദ്ദേഹത്തിന് ഒരേപോലെയാണ്. ശ്രീദേവി അങ്ങേക്ക് ശ്രീ ഭഗവതിയെ കൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ലല്ലോ. അതിനാൽ ദേവിക്ക് വിരോധം തോന്നിയാലും ഞാൻ അങ്ങയെ ഭജിക്കാതിരിക്കില്ല. ഭൗതികമായിട്ടുള്ള എൻ്റെ സ്ഥിതി എന്തുമായി കൊള്ളട്ടെ, ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ഈ പന്ഥാവിലൂടെ സദാ മുന്നോട്ട് പോകും. തന്ത്രശാസ്ത്രത്തിലും ദീക്ഷ സ്വീകരിക്കുമ്പോൾ ഇപ്പം അതൊന്നുമില്ല, ഇങ്ങനൊരു പ്രതിജ്ഞ ചെയ്യാറുണ്ട്. ലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിച്ചു കൊള്ളട്ടെ, ലക്ഷ്മി ദേവി എന്നോട് വിരോധം വെച്ചുകൊള്ളട്ടെ, രാജാവിനാൽ ഞാൻ സമ്മതനായി കൊള്ളട്ടെ, രാജാവിന് ഞാൻ സമ്മതനല്ലാതെ ഇരുന്നു കൊള്ളട്ടെ, ജനങ്ങൾ എന്നെ മാനിച്ചു കൊള്ളട്ടെ, ജനങ്ങൾ എന്നെ കല്ലെറിഞ്ഞു കൊള്ളട്ടെ, ഞാൻ അല്ലയോ മഹാദേവി അവിടുത്തെ പാതാരവിന്ദങ്ങളെ സദാ ഭജിക്കും. എൻ്റെ ഭൗതികമായിട്ടുള്ള സ്ഥിതി എന്തു തന്നെയായാലും അത് പരിഹരിക്കുവാൻ അവിടുന്ന് ഒരുമ്പെട്ടാലും ഒരുമ്പെട്ടില്ലെങ്കിലും ഞാൻ അങ്ങയെ സദാ ഭജിക്കും. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തി. അല്ലാതെ എനിക്ക് ഇന്നതൊക്കെ തന്നാൽ ഞാൻ അങ്ങയെ വീണ്ടും ഭജിക്കും, എനിക്ക് തരുന്നതിൻ്റെ അളവനുസരിച്ച് ഞാൻ അങ്ങയെ ഭജിക്കും, അതൊക്കെ വ്യാവഹാരിക തലത്തിലുള്ള ഭക്തി. അതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരവർ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ഇവിടെ പറയുന്നത് വളരെ ഉദാത്തമായിട്ടുള്ള കാര്യമാണ്. ലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിച്ചു കൊള്ളട്ടെ, എന്നോട് അപ്രിയമുള്ളവളായിക്കൊള്ളട്ടെ, എനിക്ക് അത് വിഷയമല്ല. കാരണം അങ്ങേക്ക് പ്രയോജനമില്ലാത്ത ഒരാളെ കൊണ്ട് എനിക്കെന്താ പ്രയോജനം? എനിക്ക് ഏറ്റവും പ്രയോജനം അങ്ങയെ കൊണ്ടാണ്. അങ്ങേക്ക് പ്രയോജനമില്ലാത്തതിലൊന്നും എനിക്കും താല്പര്യമില്ല. അങ്ങേക്ക് ശ്രീ ഭഗവതിയെ കൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ലല്ലോ. അതിനാൽ ദേവിക്ക് വിരോധം തോന്നിയാലും ഞാൻ അങ്ങയെ ഭജിക്കാതിരിക്കില്ല. എൻ്റെ ഭൗതിക സ്ഥിതി എന്തുമായി കൊള്ളട്ടെ, ഞാൻ സദാ അങ്ങയുടെ കഥാമൃത ശ്രവണത്തിന് തത്പരനാണ്.